വന്ന പാടെ തന്നെ വേഗം പോയിട്ട് നല്ല കടുപ്പത്തിലൊരു കട്ടൻ ചായ ഇട്ട് കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഒത്തിരി പരിപാടികൾ തീർത്ത് വെക്കാനുണ്ട്. എന്താണെന്നറിയോ, ആമയുടെ സ്കൂളിൽ ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഉള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ചെല്ലണം. അമ്മ വരണം, മുന്നിൽ തന്നെ വന്നിരിക്കണം, അങ്ങനെയൊക്കെ ആൾ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടീനെ നേരത്തെ തന്നെ അമ്മ ഒരുക്കി സ്കൂളിലോട്ട് വിട്ടിട്ടുണ്ട്. ഇനി 5:30 ആകുമ്പോഴേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമുക്കൊരു എന്താ പറയുക, കുറച്ചൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേട്ടൻ വന്നിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. ക്രിസ്മസ് ആയിട്ട് ആദ്യം കിട്ടിയ കേക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ടുണ്ട്. നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പ്ലം കേക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒരുപാടൊന്നും കഴിക്കില്ല. ആൾക്കാരൊക്കെ കൂടിക്കഴിഞ്ഞാൽ 2 പീസൊക്കെ കഴിക്കും. ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇതൊക്കെ ബോക്സിലാക്കി പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ അങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ. നമ്മൾ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയ സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ. ഞാൻ ലിങ്ക് ടാഗ് ചെയ്യാം. നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അറ്റകുറ്റപ്പണികൾ, ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേഗം ഇതിനിടയ്ക്ക് കഴിച്ചു വയ്ക്കണം. വീഡിയോ എടുക്കൽ ഇതിൻ്റെ കൂടെ പോകുമ്പോഴേ ലേറ്റ് ആകുന്നത് അറിയില്ല കേട്ടോ. കുറച്ച് നേരം ഫ്രണ്ടിലൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്ത് ചായ കുടിച്ചു. നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഈ ഒരു CC പ്ലാന്റ് നടൽ. ഇത് ഞാൻ കുറച്ച് നാളായി ഗ്ലാസ്സിൽ വെച്ചുകൊണ്ട് നടക്കണം. വേര് വരുന്ന കാണാനില്ല. അതിൻ്റെ കടഭാഗമാണെങ്കിൽ ഇതിൽ കൂടെ കാണുകയും ചെയ്യില്ലോ. അപ്പോൾ എനിക്കൊരു സമാധാനമില്ല, ക്ഷമയില്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഈ മണ്ണ് കുറച്ചിരിപ്പുണ്ട്. അതായത് ഞാനൊരു ചെടി വെച്ചതായിരുന്നു കേട്ടോ മുന്നേ. അത് കഴിഞ്ഞുണങ്ങിപ്പോയി, അത് പിടിച്ച് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു മണ്ണൊന്ന് ഇളക്കി നനച്ച് അതിലേക്ക് ഈ ഒരു CC പ്ലാന്റ് ഇറക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിൻ്റെ കടയൊന്നും കാണില്ല. പെട്ടെന്ന് വേര് പിടിക്കുന്നു വിചാരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്താൽ മതിയല്ലോ. ചെറിയൊരു കമ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വേഗം ആമിയുടെ പ്രോഗ്രാമിന് പോയി. ഇത് ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ വീഡിയോയുടെ ഓഡിയോ ഇട ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. യൂട്യൂബ് അപ്പം തന്നെ ബ്ലോക്ക് ചെയ്ത് കളയാണ്. 2-3 തവണയൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇട്ട് നോക്കി. പക്ഷെ ആർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയാവാണ് കേട്ടോ, ഓഡിയോ കാരണമാണ്. അപ്പോൾ ഞാനായിട്ട് ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു. പാട്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ ആ പാട്ടില്ലേ, ആ ഒരു ഒപ്പന പാട്ടായിരുന്നു കേട്ടോ. ആമിനൊക്കെ ഈ കോസ്റ്റ്യൂമിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. KG തുടങ്ങിയുള്ള കടാങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയിട്ട് കുറേ നേരം എൻജോയ് ചെയ്തു. ടീച്ചേഴ്സിൻ്റെ എഫേർട്ട് എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ പ്രായത്തിലുള്ള കടാങ്ങളൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ കുറേ ലേറ്റ് ആയിട്ടാണ്.